രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പതൈ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ജയ ജയ ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ. പ്രിയരെ, ആധ്യാത്മിക ജ്ഞാന സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീ കാണാനായിക്കൊണ്ട് യൂട്യൂബിൽ കാണണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ബട്ടൺ അമർത്തി സഹകരിക്കാനും വിനീതമായി അപേക്ഷിക്കുന്നു. യൂട്യൂബ് കണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്താലും ഇതൊക്കെ ചെയ്താൽ മാത്രമേ അത് ഉപകാരത്തിൽ പെടുള്ളൂ എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രിയരെ, വാൽമീകി രാമായണത്തിലത്തെ കഥ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് വിശ്വാമിത്രൻ ലക്ഷ്മണകുമാരന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള ആ ഭാഗമാണ്. ഉമയുടെ മാഹാത്മ്യവും സുബ്രഹ്മണ്യൻ്റെ ജനനവുമാണ് നമ്മൾ പറഞ്ഞത്. ആദ്യം ദേവന്മാർ ശിവന് തത്കാലം പുത്രന്മാർ വേണ്ടാന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അങ്ങല്ലേ ദേവസേനാധിപന്മാർ ആയിട്ടൊരു പുത്രനെ തരാം, ദേവസേനാധിപനാവാൻ യോഗ്യതയുള്ള പുത്രനെ തരാമെന്ന് പറഞ്ഞത് ഞങ്ങൾക്കത് വേണം, കുട്ടികൾ പറയണ പോലെ. ശിവൻ രണ്ടും കേട്ടു കേട്ടോ. നിങ്ങളല്ലേ നേരത്തെ പറഞ്ഞത് വേണ്ട, അങ്ങനെയൊന്നും പറയാൻ പോയില്ല. ഇപ്പം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എനിക്ക് പാർവതിയിൽ നേരിട്ട് പുത്രന്മാർ ഇനി ഉണ്ടാവുക വയ്യാതെ തീരുമാനിച്ചതാണ് തൽക്കാലം. എന്തായാലും താരകാസുരനെ വധിക്കാൻ വേണ്ടിയിട്ട് സുബ്രഹ്മണ്യൻ്റെ അവതാരം കൂടിയേ തീരൂ. ഒരു കാര്യം ചെയ്യാം, എൻ്റെ വീര്യം ഞാൻ പാർവതിയിൽ നിക്ഷേപിക്കാതെ അഗ്നിദേവനോട് മുഖാന്തരം ഗംഗയിൽ നിക്ഷേപിക്കാൻ ശ്രമിക്കാം. ഗംഗയും ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ശിവൻ്റെ പത്നിയാണ്. അപ്പം നേരിട്ട് നിക്ഷേപിക്കാൻ സാധ്യമല്ല. പണ്ട് അങ്ങനെയൊക്കെ പല കഥകളുണ്ടായി, വീര്യം വേറെ ആൾ കൊടുത്തേക്കുക എന്ന് പറഞ്ഞിട്ട്. അഗ്നിദേവനെ ഇത് ഏൽപ്പിച്ചു എന്നാണ്. ആ അഗ്നിദേവൻ ഈ ശിവൻ്റെ വീര്യം ഗംഗയിൽ എല്ലാം ധാരാളമായിട്ട് പ്രസരിപ്പിച്ചു. ഗംഗ പറഞ്ഞു, അയ്യോ, ഇത്രയും തേജസ് താങ്ങാനുള്ള ശക്തി എനിക്കില്ല. അഗ്നിദേവ, എങ്ങനെയെങ്കിലും ഈ ഒരു ഭാരത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണം എന്നായി ഗംഗ. അഗ്നിദേവൻ എന്ത് ചെയ്തു? അതൊക്കെ വിവിധ പ്രദേശങ്ങളിൽ ഹിമാലയ സാനുക്കളിൽ നിക്ഷേപിച്ചു. അങ്ങനെ ശരവനം എന്ന് പറയുന്ന പുല്ലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഈ വീര്യം ഗംഗയിൽ നിന്ന് മാറ്റപ്പെട്ടു. ശിവൻ്റെ വീര്യം തന്നെയാണ്, അഗ്നിദേവനാണ് കൊടുക്കണത് എന്നേ ഉള്ളൂ, കൊണ്ടുപോയിട്ട് കൊടുക്കണത്, വ്യാപിപ്പിക്കണത് എന്നേ ഉള്ളൂ. ശിവൻ്റെ വീര്യമാണ്. ഗംഗയിൽ നിന്ന് മാറ്റി ശരവണ പുല്ല്, അതിൽ നിന്നുണ്ടായതുള്ള ശരവണഭവൻ എന്നുള്ള പേരും സുബ്രഹ്മണ്യനുണ്ടായത്. 6 മുഖങ്ങളെ കൊണ്ട് ദേവസ്ത്രീകളും കൃത്തികകളുമാണ് മുലപ്പാൽ കൊടുത്തത്. അതുകൊണ്ടാണ് ഷൺമുഖനായി തീർന്നത് എന്നുമുള്ള കഥ. ദേവസേനാധിപനായിട്ട് ദേവന്മാർ ഇദ്ദേഹത്തെ വാഴിച്ചു, കമാൻഡർ ഇൻ ചീഫായിട്ട്. അങ്ങനെയാണ് ദേവസേനാധിപനായത്. ഇതുവരെയും നമ്മൾ പറഞ്ഞു വെച്ചു. അതിനുശേഷം സഗരൻ്റെ കഥ, സഗരചരിതത്തിലേക്ക് ഇങ്ങോട്ട് കടക്കുകയാണ്. വിശ്വാമിത്ര മഹർഷി ആ സഗരൻ്റെ കഥ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കണമെന്ന് പറയുകയാണ്. അപ്പം എങ്ങനെയാണ് സഗരൻ്റെ 60,000 പുത്രന്മാർ കപിലവാസുദേവനിൽ അഗ്നിയിൽ ദഹിക്കണ പോലെ കോപാഗ്നിയിൽ ദഹിച്ചു എന്നൊക്കെ ഞങ്ങൾ കേട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ഭൃഗു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് സഗരന് 2 പത്നിമാരിൽ, ഒന്ന് സുമതി എന്നിട്ട് കേശിനി. കേശിനിയിൽ അസമഞ്ജസനുണ്ടായി, സുമതിയിലോ 60,000 പുത്രന്മാരുണ്ടായി. നല്ലത് പറഞ്ഞു വെച്ചല്ലോ, ബാക്കി വരെയാണ് ഇപ്പോൾ. അസമഞ്ജസൻ വളരെ തെറ്റായ പ്രവൃത്തികൾ ചെയ്ത് ഇവരെ നദിയിലെറിഞ്ഞത് കാരണം അസമഞ്ജസനെ നാട് കടത്തി അച്ഛൻ. അകനാന്നൊന്നും നോക്കില്ല, തെറ്റ് ചെയ്താൽ തെറ്റ്, സ്വന്തം ദൂജിയായാലും കണ്ണു കുത്തിയ പൊട്ടെന്ന് പറഞ്ഞിട്ട് അസമഞ്ജസ പോടുന്നത്, ഇനി തന്നെ ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ നോക്കിക്കോ എന്നും പറഞ്ഞ് നാട് കടത്തപ്പെട്ടു. 60,000 പുത്രന്മാർ മാത്രമായി. എന്നാരാതെ ഈ അസമഞ്ജസനൊരു പുത്രനുണ്ട്, അംശുമാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ഒരു കുട്ടി പുത്രനായിട്ടാണ് അംശുമാൻ്റെ മകൻ
അസമഞ്ജസൻ്റെ മകൻ അംശുമാൻ ഉണ്ടായത്. സമഞ്ജസൻ നാട് കടത്തപ്പെട്ടതിന് ശേഷം ഇപ്പം അവിടെ ആരേ ഉള്ളൂ? അംശുമാനാണുള്ളത്. 60,000 പുത്രന്മാരും ഉണ്ട്. യാഗം നിശ്ചയിച്ചു സഗരൻ, ഇവരുടെയൊക്കെ അച്ഛൻ. യാഗം നിശ്ചയിച്ചപ്പോൾ കുതിരയെ അഴിച്ചു വിടണം, അതിനെ ആരും കെട്ടരുത്, എന്നാലല്ലേ യാഗം നടക്കുള്ളൂ. എങ്ങനെയായാലും യാഗം കുതിരയെ ആരെങ്കിലും കെട്ടിയ ശത്രു ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ അതിനെയൊക്കെ വേണ്ട പോലെയൊക്കെ അഴിച്ചു വിട്ട് മക്കളോട് പ്രത്യേകം കുതിരയെ കാക്കാൻ വേണ്ടിയിട്ട് പറയുകയും ചെയ്തു. അങ്ങനെ യജ്ഞം ആരംഭിക്കുന്നതിന് മുമ്പേ കുതിരയെ അഴിച്ചു വിട്ടപ്പോൾ അതാ കുതിരയെ കാണാനില്ല. അയ്യോ, യജ്ഞം എങ്ങനെ നടക്കും? കുതിരയെ ഒരാൾ പിടിച്ചു കെട്ടിയ യജ്ഞം നടക്കില്ല. അപ്പം ഈ സഗരൻ 60,000 തൻ്റെ പുത്രന്മാരോട് ആ കുതിരയെ അന്വേഷിച്ച് വരാൻ പറഞ്ഞു. ഇനിയും കണ്ടുപിടിക്കണമല്ലോ ആരാണ് കുതിരയെ കട്ടത്. അന്വേഷിച്ച് അവർ വളരെ ഈ ഭൂമി കുഴിക്കാൻ തുടങ്ങി എന്ന് പറയാണ്. എന്നാണ് സയൻസിൽ ഞാൻ ഏതോ ഒരു FM ചാനലിൽ കേട്ടു. ഭൂമി ഇങ്ങനെ കുഴിക്കുക. യഥാർത്ഥത്തിലുള്ളതാണോ അവരുടെ വിമൻ ഫാൻസിയാണോ, സങ്കല്പമാണോ, മായയാണോ, ഭാവനയാണോ എന്നറിയില്ല കേട്ടോ. ഇതിങ്ങനെ കുറേ കുഴിച്ചാൽ അമേരിക്കയിലേക്ക് എത്തില്ലേ എന്ന്. ഈ ഭാവിയിൽ അങ്ങനെ ഒരു ടണൽ ഒരു വഴി ഉണ്ടാവുമോ എന്നറിയില്ല കേട്ടോ അമേരിക്കയിലേക്ക് പോകാൻ. എന്തോ അങ്ങനെ ഒരു ആശയം ഒരു FM ചാനലിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ട്. ഭൂമി ഇങ്ങനെ കുഴിച്ചാൽ അപ്പുറത്തേക്ക് എത്തണമല്ലോ, എത്താണ്ട് കഴിയില്ലല്ലോ. അനവധി കുഴിച്ചിട്ടും ഇവരെ കണ്ടില്ല, കുതിരയെ കണ്ടില്ല. ഇവർ ഭൂമി അങ്ങോട്ട് കരയാൻ തുടങ്ങി. കുത്തി കുഴിക്കുക എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് ക്ഷമയുണ്ട്, പക്ഷെ എന്നാലും എല്ലാറ്റിനൊരു പരിധിയില്ലേ. കിണർ കുത്തണതൊക്കെ ഭൂമി, പാറ പൊട്ടിക്കണതൊക്കെ സഹിക്കുന്നുണ്ട്. അത് കുഴിച്ചിട്ട് നിൽക്കണില്ല. അതിലത്തെ പ്രാണികൾ, അസുരന്മാർ ഒക്കെ നിലവിളിക്കാൻ തുടങ്ങി. അവരെയൊക്കെ കൊല്ലണമുണ്ടേ. ആ കുഴിയുടെ വഴിയിൽ വന്നവരെയൊക്കെ കൊല്ലുകയാണ് ഈ 60,000 പുത്രന്മാർ. അയ്യോന്നും പറഞ്ഞ് ബ്രഹ്മദേവ, ഞങ്ങൾക്ക് ഈ അധോ ലോകത്തിൽ ജീവിക്കാൻ പറ്റാണ്ടതാ, സഗരൻ്റെ പുത്രന്മാർ ഞങ്ങളെ കൊല്ലണേന്നും പറഞ്ഞിട്ട് അവരങ്ങോട്ട് നിലവിളിക്കാൻ തുടങ്ങി. അപ്പം ബ്രഹ്മാവ് അങ്ങനെ ചെയ്യാൻ പാടും, എന്തൊക്കെ പേരിലായാലും അവർക്കും ജീവിക്കണ്ടേ. സുരന്മാരാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ജീവിക്കാണ്ടിരിക്കാൻ പറ്റില്ല, നിങ്ങൾ സമാധാനിക്കും. ഈ 60,000 പുത്രന്മാർ അധികം കാലമൊന്നും വീര്യം കാണിക്കില്ല. ഈ ലോകത്തിൽ ഏത് തിന്മയ്ക്കും ഉണ്ടാവത്ര ഒരു ലിമിറ്റ്, ഒരു ഘട്ടം കഴിഞ്ഞാൽ അതിനൊക്കെ അവസാനമുണ്ട്. അപ്പം അങ്ങനെ കാണിക്കട്ടെ, അവരെ എത്രത്തോളം കാണിക്കുന്നത് നമുക്ക് നോക്കാമല്ലോ. പറയാറുണ്ട് നമ്മളിൽ ഏതുവരെ പോകുന്നത് നമുക്കൊന്ന് നോക്കാമല്ലോ. ഇപ്പം ബ്രഹ്മാവ് പറയുകയാണ്, കപില വാസുദേവൻ്റെ കോപാഗ്നിയിൽ ഈ 60,000 പുത്രന്മാർ ചാമ്പലാവുമെന്ന് പണ്ടേ അറിവുള്ളവർ പ്രവചിച്ചിട്ടുണ്ട്. കണ്ട് അങ്ങനെ സംഗതിയുണ്ട്. ഭാവിയിൽ ഉണ്ടാവാൻ പോണത് മുൻകൂട്ടി കാണാൻ കഴിവുള്ള ത്രികാലജ്ഞാനികൾ ഈ 60,000 പുത്രന്മാർ ഭസ്മമാവും കപിലൻ്റെ കോപാഗ്നിയിൽ എന്ന് ബ്രഹ്മാവിനറിയാം. അങ്ങനെ ഈ അസുരന്മാരെയും ഗന്ധർവന്മാരെ, നാഗങ്ങൾ, പ്രാണികൾ അവരൊക്കെ നശിക്കുകയാണ് കുഴിക്കണതിൻ്റെ ഊക്കിൽ. അവരെ സമാധാനിപ്പിച്ചു ബ്രഹ്മാവ്. ഇല്ല, അധികം കാലം ഇതുണ്ടാവില്ല, അവർ ഭസ്മാവാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അവർക്കൊക്കെ സമാധാനമായി. 33 കോടി ദേവകൾ ഉണ്ടട്ടോ അവിടെ. ആരായി 33 കോടി ദേവകൾ? കോടിയൊന്നുമില്ല അവിടെ, 33 ദേവതകളായിരുന്നു. അതിന് ഈ കോടി പദം ചേർത്ത്, കോടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സംഖ്യാകോടിയല്ല, ഉച്ചകോടി എന്ന് പറയും. അവിടെ കോടിയുണ്ടോ? അത് ആരൊക്കെ ചോദിച്ചാൽ 8 വസുക്കൾ. ഒരു ജനറൽ ഇൻഫോർമേഷൻ പറയുകയാണ്, 8 വസുക്കൾ, അഷ്ടവസുക്കൾ, 2 അശ്വിനി ദേവതകൾ, 8ഉം 2ഉം 10, മനസ്സിലായില്ലേ? 11 ഏകാദശ രുദ്രന്മാർ. ഇപ്പം എത്രയാണ് ഈ 10ഉം 11ഉം 21, 12 ആദിത്യന്മാർ, മനസ്സിലായല്ലോ? അപ്പോൾ ആരൊക്കെയാണ്? 8 വസുക്കൾ. അങ്ങനെ നോട്ട് ചെയ്യാം കേട്ടോ. 8 വസുക്കൾ, 2 അശ്വിനി ദേവതകൾ, 11 ഏകാദശ രുദ്രന്മാർ, 12 ആദിത്യന്മാരെയാണ് നമ്മൾ 33 കോടി എന്ന് പറയണത്. 33 ഉള്ളൂ, കോടിയൊന്നുമില്ല. 33 കോടി എന്നൊരു ഭാഷ പറയുക എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഒരു ശൈലി. അവിടെ അത്രയും ഉച്ചത്തിലുള്ളതാണെന്ന്. എന്തൊക്കെയാണ് കോടിക്ക് അർത്ഥമുള്ളൂ? സംഖ്യ കോടിയൊന്നുമല്ല. ഈ ദേവന്മാർക്കൊക്കെ സന്തോഷമായി. എന്ത്? ഈ 60,000 അക്രമികളായിട്ടുള്ള പുത്രന്മാർ നശിക്കുമെന്ന് കേട്ടു. ഇവരിങ്ങനെ കുഴിക്കാൻ തുടങ്ങിയാൽ ഭൂമി തന്നെ ചിലപ്പോൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ 33 കോടി ദേവകൾ ബ്രഹ്മാവിനോട് സന്തോഷം പ്രകടിപ്പിച്ചു. ഏതായാലും കുതിരയെ കണ്ടെത്താൻ വേണ്ടി ഭൂമി കുഴിക്കൽ തൽക്കാലം ഇവർ നിർത്തിയില്ല, നിർത്താനായിട്ടില്ല, നിർത്തും എന്നാണ് പറഞ്ഞത്. കുഴിച്ച് പോയിട്ട് വിഷ്ണുവിൻ്റെ പത്നിയാണ് വാസ്തവത്തിൽ ഈ ഭൂമി. ആ ഭൂമിയൊന്നും അങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ല. ശരിക്കതൊക്കെ അവർ ചെയ്യണത് തെറ്റാണ്, എല്ലാം എങ്ങനെ നോക്കിയാലും.
അപ്പോൾ അവർ അച്ഛനോട് പറഞ്ഞു, അച്ഛാ കുറേയൊക്കെ കുഴിച്ചിട്ട് ഞങ്ങൾ കണ്ടില്ല, നീ എന്താണോ വേണ്ടത് ചോദിച്ചു. അപ്പോൾ സകരൻ പറഞ്ഞു, കിട്ടണ വരെ കുഴിക്കൽ നിർത്താൻ നിങ്ങളോട് ആരെയും പറഞ്ഞു? ഏത് വരെ ആ കുതിരയെ കിട്ടുമോ അതുവരെ കുഴിക്കിൻ. ഓ, അച്ഛൻ പറഞ്ഞത് കേൾക്കുക എന്ന് പറഞ്ഞാൽ പണ്ട് വലിയൊരു ധർമ്മമാണ് പുത്രന്മാരുടെ. വീണ്ടും കുഴിച്ചു, ഏടമാരനെ കുഴി കഴിയണില്ല. അപ്പം അവർ ചില ദിഗ്ഗജങ്ങളെ കണ്ടു എന്നാണ്. ഈ ദിഗ്ഗജങ്ങളാണ് ഭൂമിയെ ഏറ്റി നിർത്തണത് എന്നാണ്. കേട്ടാൽ നമ്മൾ പരിഹരിക്ക് ഏറ്റി നിർത്ത് ഭൂമിയാണ്. സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മളെവിടെയാണ് ഇരിക്കണത്? ചെയറിൽ. ഈ ചെയർ എവിടെയാണ് നിൽക്കണത്? ഭൂമിയിൽ. അപ്പോൾ ഭൂമിക്ക് നിൽക്കാനൊരു ആസ്പദം വേണ്ടേ? ലോജിക്ക് ആലോചിച്ച് നോക്കും നിങ്ങൾ. ഭൂമിക്ക് നിൽക്കാനും എല്ലാറ്റിനും ആസ്പദം ഉണ്ട്, വെച്ചാൽ ഭൂമിക്കൊരു ആസ്പദം വേണ്ടേ? അപ്പോൾ എന്തോ ഒന്നുമ്പോഴാണത് നിൽക്കണത്. അല്ലാണ്ട് വെറുതെ അങ്ങനെ നിൽക്കൊന്നുമില്ല. അപ്പം അതാണ് ഇവിടെ ദിഗ്ഗജങ്ങളായിട്ട് ഭഗവാന്റെ സൃഷ്ടിയായിട്ടുള്ള ദിഗ്ഗജങ്ങളെ ഇവിടെ കാട്ടി. വിരൂപാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പേരുള്ള ഒരു ആനയ്ക്ക് സമാനമായിട്ടുള്ള ഒന്നിലാണ് അത്ര ഈ ഭൂമി നിൽക്കണത് എന്നാണ്. ഈശ്വരശക്തി ഇതർത്ഥമുള്ളൂ ഇതിനൊക്കെ. എന്തെങ്കിലെങ്കിലും അല്ലാണ്ട് ഒന്നും നിൽക്കില്ല കേട്ടോ, വിചാരിക്കേണ്ട. അപ്പോൾ വെള്ളം പാത്രത്തിലല്ലാണ്ട് നിൽക്കുമോ? നിൽക്കില്ല. അതേപോലെ ഈ ഭൂമിക്കൊരു ആസ്പദമാണ് വിരൂപാക്ഷൻ. അപ്പോൾ ഇടയ്ക്ക് തല ഇങ്ങനെ ഇളക്കുമ്പോൾ അത്രയും ഭൂകമ്പം ഉണ്ടാവണമെന്ന് അതും കൂടി ഇതിൽ പറഞ്ഞേക്കണം. ഭൂകമ്പം ഉണ്ടാവണം. ദിഗ്ഗജം തലയാട്ടിയാൽ ഭൂകമ്പം ഉണ്ടാവുന്നു. അതിനുള്ള കാരണമൊന്നും ഇന്ന് ശാസ്ത്രം ശരിക്ക് കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല. ബിരുദ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ദിഗ്ഗജം ശിരസ് ഇളക്കുമ്പോൾ ഭൂകമ്പം ഉണ്ടാവും. തെക്ക് ഭാഗത്തേക്ക് മറ്റൊരു ആനയുടെ കണ്ടു. ആനയുടെ അടുത്ത് എത്തിയവർ മഹാപത്മം എന്ന് പറഞ്ഞിട്ടുള്ള ആന. പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയപ്പോൾ സൗമനസം എന്ന് പറഞ്ഞിട്ടൊരാന. ഇവരുടെയൊക്കെ മുകളിലാണ് ഭൂമി നിൽക്കുന്നത്. വടക്ക് ഭാഗത്ത് രുദ്രൻ എന്ന് പറഞ്ഞിട്ട് ഒരാന. ഇങ്ങനെ വിരൂപാക്ഷൻ, അതുപോലെ തന്നെ മഹാപത്മം, സൗമനസം, രുദ്രൻ എന്നീ പേരോടുകൂടിയ ആനകളുടെ മുകളിലാണ് ഭൂമി നിൽക്കുന്നത്. ഇതുവരെ ശാസ്ത്രം കണ്ടുപിടിക്കാത്ത 4 കാര്യം ആസ്പദമുണ്ട്. സ്ക്രൂവും നട്ടൊക്കെ ഇട്ട് മുറുക്കിയിട്ട് തന്നെയാണ് ഈ ഭൂമി നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ആക്രമിച്ച് ഈ 60,000 പുത്രന്മാരിങ്ങനെ ജൈത്രയാത്ര നടത്തുകയാണ്. ഭൂമിയെയാണ് സ്പർശിക്കുന്നത്. അത്രയധികം ദ്രോഹിച്ചു. അവസാനം വേണ്ടേ? അവരെവിടെ ചെന്നെത്തിയത്? കപിലവാസുദേവൻ തപസ്സനുഷ്ഠിക്കുന്ന സ്ഥലത്താണ് ചെന്നെത്തി. അതിൻ്റെ അടുത്തൊരു കുതിരയുണ്ട്. ആരാണ് ഈ കുതിരയെ സത്യത്തിൽ കൊണ്ടുപോയി നിർത്തിയത്? ദേവേന്ദ്രനാണ്. അങ്ങനെ ഇപ്പോൾ സകരൻ യാഗം നടത്തണ്ടെന്ന് പറഞ്ഞിട്ട് കുതിരയെ മൂട്ടിച്ച ആൾ ഇന്ദ്രൻ. ആ വിദ്വാൻ ഈ പണി പണ്ടേ ഉണ്ട്. പൃഥുവിൻ്റെ കാലത്ത് കഥ പറഞ്ഞില്ലേ? കുതിരയെ മോഷ്ടിച്ച് കൊണ്ട് ഒരു കള്ളനാ ശരിക്കും ഇന്ദ്രൻ എല്ലാ അർത്ഥത്തിലും. കുതിരയെ കൊണ്ടുപോയിട്ട് കപിലവാസുദേവൻ്റെ അടുത്ത് നിർത്തിയിരിക്കുകയാണ്. കപിലവാസുദേവൻ യാതൊന്നും തെറ്റ് ചെയ്യാത്ത സത്യവാനായ ഈശ്വരനാണ്. അദ്ദേഹത്തിനുണ്ടോ കള്ളത്തരം അറിയണു? ഒരാൾ യാഗം നടത്തിയാണ്ടോ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട്? പക്ഷേ ഈ 60,000 കുട്ടികൾ എന്ത് ചിന്തിച്ചു? കപിലവാസുദേവൻ തന്നെയാണ് കള്ളൻ. ഈശ്വരനെ കള്ളൻ എന്ന് പറയുക. കൃഷ്ണനെ കള്ളൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ സഹിക്കും കേട്ടോ. അതുപോലെയല്ല, അത് കൃഷ്ണാവതാരത്തിൽ മാത്രമേ അങ്ങനെ കള്ളൻ എന്ന് വിളിക്കാനുള്ള സാങ്ഷൻ ഭഗവാൻ കൊടുത്തിട്ടുള്ളൂ. എല്ലാ അധ്യായത്തിലുമൊക്കെ ഭഗവാനെ കള്ളൻ എന്ന് വിളിച്ചാൽ അത് സ്നേഹത്തോടു കൂടിയല്ല, എന്നാൽ കുഴപ്പമില്ലേ. കള്ളകൃഷ്ണ കള്ളക്കണ്ണാന്ന് വിളിക്കണ പോലെയാണോ? കുതിരയെ കട്ടു എന്നാണ് പറയണത്. അത് അതിൻ്റെ ഫലം അപ്പം കിട്ടി. 60,000 പുത്രന്മാരതാ ഭസ്മമായിട്ടാണ് മാറി. ഈശ്വരനെ തേജസ്സിലിങ്ങനെ വെട്ടിത്തിളങ്ങണ കപിലവാസുദേവനെയാണ് അവർ കള്ളൻ എന്ന് പറഞ്ഞത്. പിന്നെ താമസം ശപിച്ചതൊന്നുമില്ല. കപിലവാസുദേവൻ ശപിക്കേണ്ട ആവശ്യമില്ല. കറണ്ട് പോയിട്ട് തൊട്ടാൽ കറണ്ട് നമ്മളെ ശപിക്കുക. ഏതൊരു പ്രവൃത്തിയാണ് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ ബലം നമുക്കുണ്ടാവണു. കപിലവാസുദേവനെ കള്ളൻ എന്ന ഭാവത്തിൽ കണ്ടു. അതാ ഒരു പിടി ചാമ്പലായി. അതോട് കൂടിയിട്ട് അവർക്കൊക്കെ സമാധാനമായി. ഈ 60,000 പുത്രന്മാർ ഭൂമിയെ ഭർസിക്കുക, ബുദ്ധിമുട്ടിക്കുക, അത് കഴിഞ്ഞല്ലോ. സമാധാനമായി. 10 കോടി ദേവകൾക്ക് സമാധാനമായി. രാമകുമാരന്മാർ വെറുതെ ഇങ്ങനെ കേൾക്കില്ല. മഹർഷി, അപ്പോൾ സകരൻ്റെ യാഗോ? കുതിരയെ കിട്ടിയില്ലേ അവർക്ക്? കുതിര അവിടെ നിൽക്കുകയാണ്. എങ്ങനെ പിന്നീട് യാഗം മുഴുവനായത്? അത് ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു 60,000 പുത്രന്മാരൊക്കെ ഭസ്മമായി തീർന്നതുകൊണ്ട് അസമഞ്ജസൻ്റെ മകൻ അംശുമാനെ അയച്ചു. വിടണില്ല സകരൻ. എവിടെയാ നമ്മുടെ 60,000 സഹോദരന്മാർ പോയത് കുട്ടികളെ? അതിനെയും കണ്ടുപിടിക്കണം, കുതിരയും കണ്ടുപിടിക്കണം. നമുക്ക് ഈ യാഗം നടത്തിയേ പറ്റൂ എന്നായി സകരൻ. ഇതാ വരണു അസമഞ്ജസൻ ഭൂമി കുഴിക്കാനൊന്നും നിന്നില്ല. അദ്ദേഹം ധർമ്മിഷ്ഠനും സദ്ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതുമാണ്.
ഇപ്പം ദിഗ്ഗജങ്ങൾ ഭൂമിയെ ഏറ്റി നിൽക്കുന്നത് കണ്ടു. അവരോട് പറഞ്ഞു, ഞങ്ങളുടെ അച്ഛൻ്റെ കുതിരയെ അന്വേഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എങ്ങനെയാണ് അതിനെ കിട്ടുക എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? അപ്പോൾ പറഞ്ഞു, അംശുമാൻ, അങ്ങ് നീതിമാനാണ്. അങ്ങയുടെ പൂർവികന്മാരെ പോലെ ഭൂമിയെ ഉപദ്രവിച്ചില്ല. അതുകൊണ്ട് അങ്ങേക്ക് അങ്ങയുടെ ആഗ്രഹം സാധിക്കും. ഞങ്ങളാണ് പറയണത്. ദിഗ്ഗജങ്ങൾ അന്വേഷിച്ചു അന്വേഷിക്കുവിൻ, കണ്ടെത്തും. കുതിരയെ കിട്ടില്ലേ വേണ്ടു, കണ്ടെത്തും എന്ന് പറഞ്ഞ് അംശുമാൻ അവിടെ ഈ ഒരു കാര്യം കൂടി പറഞ്ഞു. ഈ മരിച്ചു പോയിരിക്കുന്ന 60,000 പുത്രന്മാർക്ക് പിതൃക്രിയ ചെയ്യണം. അവർക്ക് പിതൃക്രിയ ചെയ്യാനുള്ള ബാധ്യത അങ്ങ് ഏറ്റെടുക്കണം എന്നും കൂടി ഒരു അറിവ് കൊടുത്തു ഈ അംശുമാൻ. ഒരു ആൾക്ക് ചെയ്യാൻ തന്നെ വെള്ളം വേണം. ഇപ്പോൾ 60,000 പുത്രന്മാർ മരിച്ചുപോയി. വെള്ളം എത്ര വേണ്ടി വരും? ഉദകക്രിയ ചെയ്യാൻ ഉദകം എന്ന് പറഞ്ഞാൽ വെള്ളമാണ്. ധാരാളം വെള്ളം വേണമല്ലോ ഈശ്വര. ആ പ്രദേശത്താണെങ്കിൽ എവിടെയും വെള്ളവുമില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇവർക്ക് ഉദകക്രിയ ചെയ്യാതിരിക്കാൻ പറ്റില്ല. താൻ ജീവിച്ചിരിക്കുന്ന ആളാണ്, മരിച്ചുപോയവർക്ക് ഉദകക്രിയ ചെയ്യണം എന്നും പറഞ്ഞു. അപ്പോൾ വൈനതേയനായിട്ടൊരു ബന്ധമുണ്ടായി. നമ്മുടെ സഹോദരനൊക്കെയാണ് വൈനതേയൻ വരിക, സുമതിയുടെ. ഗരുഡനെ കണ്ടപ്പോൾ പറഞ്ഞു, ഗരുഡനോട് ചോദിച്ചു ഈ അംശുമാൻ, ഞങ്ങളുടെ 60,000 പൂർവികന്മാർക്ക് എങ്ങനെയാണ് വൈനതേയ ഈ ഗരുഡശ്രേഷ്ഠ പിതൃതർപ്പണം ചെയ്യുക? വെള്ളം എവിടെ നിന്ന് ഉണ്ടാക്കാനാണ് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അങ്ങൊരു കാര്യം ചെയ്യൂ. കപിലവാസുദേവനാണെന്ന് തെറ്റിദ്ധരിച്ച് ആ കപിലവാസുദേവൻ്റെ കോപാഗ്നിയിൽ ഭസ്മമായിട്ടുണ്ട് 60,000. അവിടെ തന്നെ ഈ യജ്ഞം പൂർത്തീകരിക്കണം. അതിനു വേണ്ടിയിട്ട് അങ്ങ് എന്ത് ചെയ്യണം? ഗംഗയെ ആവാഹിക്കണം. ഗംഗയെ ആവാഹിച്ചാൽ മാത്രമേ ഇവർക്കൊക്കെ ഗതി കിട്ടുള്ളൂ. ഇവരുടെ ചിതാഭസ്മം ആ ഗംഗയിൽ നനയ്ക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തോളൂ. ഇപ്പം തൽക്കാലം എന്ത് ചെയ്യുക? ഈ കുതിരയെ കൊണ്ടുപോയിട്ട് യജ്ഞം മുഴുമിപ്പിക്കൂ. ഉദകക്രിയയും ഗംഗയെ കൊണ്ടുവരലൊക്കെ പിന്നെ ആവാം എന്ന് പറഞ്ഞു. പെട്ടെന്ന് ക്ഷിപ്രസാധ്യമല്ല. ഇനി അത് ഭഗീരഥനിൽ കൂടിയിട്ടാണ് സാധിക്കണം. അംശുമാന് സാധിക്കണില്ല കേട്ടോ. അങ്ങേ കൊണ്ട് ചിലപ്പോൾ അത് പറ്റില്ല എന്ന് ഗരുഡൻ സൂചിപ്പിച്ചു. ശ്രമിച്ചോളൂ, അവിടെ അത് പിന്നെ നോക്കാം. അപ്പം ചെയ്യുക, കപിലവാസുദേവൻ തപസ് ചെയ്യുന്നിടത്ത് പോയിട്ട് ഈ കുതിരയെ കൊണ്ടുപോയിട്ട് അച്ഛന് കൊടുത്ത് യജ്ഞം മുഴുവനാക്കൂന്ന് പറഞ്ഞു ഗരുഡൻ. അങ്ങനെ ഗരുഡോപദേശം അനുസരിച്ചിട്ട് കുതിരയെ കിട്ടി. കുതിരയെ കൊണ്ടുപോയിട്ട് ഇവർ വേഗം അച്ഛന് സമർപ്പിച്ചു. യജ്ഞം ഭംഗിയായിട്ട് മുഴുവനാക്കുകയും ചെയ്തു എന്ന് പറയണം. പിന്നെ ഈ കഥ ചെയ്തുകൊണ്ടാണ് 30,000 വർഷം എന്നൊക്കെ ആയുസ് പറയും. 60,000 കൊല്ലം ദശരഥന ആയുസ് എന്ന് പറഞ്ഞല്ലോ. സകരന് 30,000 കൊല്ലാത്ര ആയുസ്. യജ്ഞമൊക്കെ കഴിഞ്ഞ് 30,000 കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. അങ്ങനെ സകരൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിനും ഗതി കിട്ടിയില്ല. 60,000 ആൾക്കാർക്ക് ഗതി കിട്ടിയില്ല. സകരന് ഗതി കിട്ടിയില്ല. അവർക്ക് ഗതി കിട്ടാനായിക്കൊണ്ട് വേറൊരു കഥയിലേക്കാണ് കിടക്കുകയാണ്. ഗംഗയെ ആവാഹിക്കൽ. അത് ദിലീപൻ ഉണ്ട്, ഈ അംശുമാൻ്റെ പുത്രൻ. അദ്ദേഹത്തിന് സാധിച്ചില്ല. അംശുമാന് കഴിഞ്ഞില്ല, ദിലീപന് കഴിഞ്ഞില്ല. ആദാനം ഭഗീരഥന് സാധിച്ചു. അംശുമാൻ്റെ പുത്രൻ ദിലീപൻ്റെ പുത്രൻ ഭഗീരഥൻ. അതാണ് ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്നത്. ഭാഗീരഥി എന്ന് ഗംഗയ്ക്ക് പേര് വന്നത്. ആ വെള്ളത്തിൽ ഈ 60,000 പേരുടെയും സകരൻ്റെയും ചിതാഭസ്മം കലക്കിയിട്ടാണ് അവർക്കെല്ലാം മുക്തി കിട്ടിയത് എന്നുള്ള ഗംഗയുടെ ആനയിക്കൽ കഥ. അത് മറ്റൊരു ഭാഗത്തിൽ നമുക്ക് പറയാനുണ്ട്. കഥയാണത്. ഇങ്ങനെയുണ്ട് പറഞ്ഞാൽ പോരല്ലോ. അതുകൊണ്ട് ഗംഗാനയനം. ഈ പിതൃക്കൾക്ക് സകരനടക്കമുള്ള 60,000 പുത്രന്മാർക്ക് ഗതി കൊടുക്കാൻ വേണ്ടി ഗംഗയെ കൊണ്ടുവരാനുള്ള ശ്രമം അംശുമാൻ നടത്തി, വിജയിച്ചില്ല. ദിലീപൻ നടത്തി, വിജയിച്ചില്ല. ഭഗീരഥൻ നടത്തി, വിജയിച്ചു. ആരെങ്കിലും വിജയിക്കണ്ടേ? അതിനാണ് ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്നത്. നല്ല പ്രയാസമുള്ള പ്രവൃത്തികൾ ഭാഗീരഥി എന്ന് ഗംഗയ്ക്കും പേര് വരാനുള്ള കാരണം. ആ കഥ നമുക്ക് മറ്റൊരു ഭാഗത്താവാം. പൂർവന്റാമതപോവനാദിഗമനം മത്താ മൃഗങ്കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണന്തമുത്തതരണം ലങ്കാപുരീദാഹനം പശ്ചാത്രാവണ കുംഭകർണനിധനം ഏതത്യ രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പദൈ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ
പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.